ബിഗ് ബോസ് മലയാളം സീസൺ 6 അങ്ങനെ നാളെ രാത്രി 7 മണിക്ക് തുടങ്ങാനിരിക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 6ലേക്ക് ഉറപ്പായിട്ടുള്ള 18 കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. കോമണേഴ്സ് ഉൾപ്പെടെ 18 കണ്ടസ്റ്റൻസ് ആയിരിക്കും ഫസ്റ്റ് ഡേ ബി ഹൗസിലേക്ക് കയറുന്നത്. അതോടൊപ്പം തന്നെ ഒരു 8 കണ്ടസ്റ്റൻസ് പ്രീവിയസ് ഇയർ കണ്ടസ്റ്റൻസിനെ ഗസ്റ്റുകളായിട്ടും ക്ഷണിച്ചിട്ടുണ്ട്. അവരാരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നടക്കാൻ പോകുന്നത്, അതായത് ഇപ്പോൾ ഈ ഒരു സമയത്ത് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ലാലേട്ടൻ ബി ഹൗസിൻ്റെ ഉള്ളിലേക്ക് കയറി വ്യത്യസ്തമായിട്ടുള്ള 4 ബെഡ്റൂമുകളാണല്ലോ. ആ ഒരു ബെഡ്റൂമുകൾ എങ്ങനത്തെയൊക്കെയാണെന്നൊക്കെ നമുക്ക് കാണിച്ചു തരുന്ന രീതിയിലൊരു പരിപാടി ഉണ്ടല്ലോ, അതാണ് അവിടെ ഫസ്റ്റ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം ഒരു ഉച്ചയോട് കൂടിയിട്ട് നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാവരും നമ്മുടെ സോഷ്യൽ മീഡിയയോട് ടാറ്റ പറഞ്ഞ് ഫോണുകളെല്ലാം നമ്മുടെ ബി ടീമിനെ ഏൽപ്പിച്ചുകൊണ്ട് ക്യാരവാനിൽ കയറി തങ്ങളുടെ കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ടിട്ട് ഓരോരുത്തരായിട്ട് നമ്മുടെ ലാലേട്ടൻ ബി ഹൗസിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിടും. നമുക്ക് നാളെ രാത്രി 7 മണിക്ക് ഇതൊക്കെ കാണാൻ പറ്റും. പ്രാക്ടീസും കാര്യങ്ങളും, അതായത് ഡാൻസ്, സ്കിറ്റ്, അതുപോലുള്ള പരിപാടിയുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട്. ഇനി നടക്കാൻ പോകുന്നത് ലാലേട്ടൻ്റെയും കണ്ടസ്റ്റൻസിൻ്റെയും ഷൂട്ടും കാര്യങ്ങളുമാണ്. അപ്പോൾ നമുക്ക് 18 കണ്ടസ്റ്റൻസ് ആരൊക്കെയാണെന്ന് നോക്കാം. അതുപോലെ തന്നെ ബി ഹൗസിൻ്റെ പ്രത്യേകതകളും, അതോടൊപ്പം തന്നെ 8 കണ്ടസ്റ്റൻസ് ആരൊക്കെയാണ് ഗസ്റ്റുകളായിട്ട് വരുന്നത്, അതും നമുക്ക് നോക്കാം. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഗ്രാൻഡ് ലോഞ്ചാണ് ബി പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്തായാലും എല്ലാത്തിനെ പറ്റി സംസാരിക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്ക് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ പറയാൻ പോകുന്നത് 100% ഉറപ്പായിട്ടുള്ള 18 കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റുകളാണ്. അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ പേര് ഉപ്പും മുളകും ഫെയിം ആയിട്ടുള്ള ഋഷി എസ് കുമാർ. ആദ്യം മുതൽക്കുള്ള പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിയാണ് നമ്മുടെ ഋഷി എസ് കുമാർ. ഇപ്പോൾ കൺഫേം ആയിരിക്കുകയാണ്. ദെൻ രണ്ടാമതായിട്ട് ബ്യൂട്ടി വ്ളോഗറും യൂട്യൂബറുമായിട്ടുള്ള ജാസ്മിൻ ജാഫർ, ഏഷ്യാനെറ്റിന്റെ കുക്ക് വിത്ത് കോമഡിയിലൊക്കെ ഉണ്ടായിരുന്നു, അവസാനം കൺഫേം ആയിരിക്കുകയാണ്. ദെൻ മൂന്നാമതായിട്ട് കുടുംബവിളക്കിലെ വേദിക എന്ന കഥാപാത്രം ചെയ്തിരുന്ന സീരിയൽ ആയിട്ടുള്ള ശരണ്യ ആനന്ദ്. നാലാമതായിട്ട് ഗബ്രിയാൽ, ആക്ടർ ആയിട്ടുള്ള ഗബ്രിയാൽ. അധികം പ്രഡിക്ഷൻസിലൊന്നും നിങ്ങൾ കണ്ടു കാണില്ല, പക്ഷേ ഈ ഒരു സമയത്ത് 100% ഉറപ്പായിരിക്കുകയാണ് ആക്ടർ ആയിട്ടുള്ള ഗബ്രിയാൽ. ദെൻ അടുത്തതായിട്ട് അഞ്ചാമതായിട്ട് സിജോ ടോക്സ്, അതായത് സിജോ ടോക്സ് എന്ന യൂട്യൂബ് ചാനലിന്റെ അഡ്മിൻ ആയിട്ടുള്ള സിജോ ജോൺ ഒരു ഇൻഫ്ലുവൻസർ ആണ്. ദെൻ അടുത്തതായിട്ട് ആറാമതായിട്ട് സ്വാന്തനം സീരിയൽ ജയന്തി, നമ്മുടെ അപ്സര ആൽബിയാണ് അടുത്തതായിട്ട് കൺഫേം ആയിരിക്കുന്നത്. ഒരുപാടധികം പ്രഡിക്ഷൻ ലിസ്റ്റിൽ നിങ്ങൾ കണ്ടു കാണും, അങ്ങനെ അവസാനം കൺഫേം ആയിരിക്കുകയാണ്. ദെൻ അടുത്തതായിട്ട് ഏഴാമതായിട്ട് പറയാനുള്ളത് ദി മാർക്കറ്റിംഗ് മല്ലു പ്രവീൺ. നല്ല എഡ്യൂക്കേഷണൽ ബ്രില്യൻസ് ഉള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രവീൺ എന്ന് പറയുന്നത്. ഒരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ആണ്. ബിഗ് ബോസ് മലയാളം സീസൺ 6ലേക്ക് അങ്ങനെ 100% ഉറപ്പായിരിക്കുകയാണ്. ദെൻ നമ്മുടെ ലിസ്റ്റിൽ എട്ടാമത്തെ പേര് ജിൻഡോ ബോഡി ക്രാഫ്റ്റിലെ ജിൻഡോ, നമ്മുടെ സെലിബ്രിറ്റി ഫിറ്റ്നസ് ട്രെയിനർ ആയിട്ടുള്ള ജിൻഡോ, അങ്ങനെ 100% ഉറപ്പായിരിക്കുകയാണ്. ദെൻ അടുത്തതായിട്ട് നൂറ മുസ്കാനെ നിങ്ങൾ അധികം പ്രഡിക്ഷൻ ലിസ്റ്റിലൊന്നും കണ്ടു കാണില്ല. നൂറ മുസ്കാനും 100% കൺഫേം ആയിരിക്കുകയാണ് ബി സീസൺ 6ലേക്ക്. ദെൻ അടുത്തതായിട്ട് ജാൻമോണി ദാസ് നമ്മുടെ ട്രാൻസ് കമ്മ്യൂണിറ്റി ഒരേ ഒരു വ്യക്തി ഈ പ്രാവശ്യം ഉള്ളൂ. നമ്മുടെ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്, കേരളത്തിലെ ഫസ്റ്റ് സെലിബ്രിറ്റി ട്രാൻസ്ജെൻഡർ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് നമ്മുടെ ജാൻമോണി ദാസ് എന്ന് പറയുന്നത്. ദെൻ അടുത്തതായിട്ട് 11ാമതായിട്ട് അസീറോക്കിയും നിങ്ങൾ ഒരുപാടധികം ഒന്നും പ്രഡിക്ഷൻസിൽ കണ്ടു കാണില്ല. അസീറോക്കി അങ്ങനെ 100% കൺഫേം ആയിരിക്കാണ്. ഒരു ടാറ്റു ആർട്ടിസ്റ്റ് ആണ്. നമ്മുടെ ടാറ്റു അടിക്കുന്ന ആളുകളോട് ചില വ്യക്തികൾക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതിനെയൊക്കെ പറ്റി സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അസീറോക്കി. ദെൻ അടുത്തതായിട്ട് 12ാമതായിട്ട് പറയാനുള്ളത് ജസീല പർവീൻ നമ്മുടെ സ്റ്റാർ മാജിക് ഫെയിം ആണ്. അതുപോലെ തന്നെ സീരിയലിലും സിനിമയിലേക്കിട്ട് അഭിനയിക്കാറുള്ള ഒരു ആക്ട്രസ് തന്നെയാണ് നമ്മുടെ ജസീല പർവീൻ. 13ാമതായിട്ട് പറയാനുള്ളത് റസ്മിൻ ബായ് കോമണർ ആയിട്ടാണ് വരുന്നത്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാണ്, നിങ്ങൾ പ്രൊമോ കണ്ടിട്ടുണ്ടാവുമല്ലോ. ദെൻ അടുത്തതായിട്ട് പറയാനുള്ളത് 14ാമത് നിഷാനായൻ, കോമണർ ആയിട്ടാണ് വരുന്നത്. ദി ട്രക്കിംഗ് ഫ്രീക്കി, നല്ല ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ദെൻ അടുത്തതായിട്ട് 15ാമതായിട്ട് പറയാനുള്ളത് അരവിന്ദ് ദിലീപ് നായർ, നമ്മുടെ സ്റ്റാർ സിംഗർ സീസൺ 9 കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള അരവിന്ദ് ദിലീപ് നായർ ഇപ്പോൾ കൺഫേം ആയി എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത്. ദെൻ അടുത്തത് 17ാമതായിട്ട് പറയാനുള്ളത് ശ്രീരേഖ നമ്മുടെ വെയിൽ മൂവിയിൽ ഷെയ്ൻ നിഗത്തിന്റെ അമ്മയായിട്ടൊക്കെ അഭിനയിച്ച ഒരു സീനിയർ ആക്ട്രസ് ആണ് നമ്മുടെ ശ്രീരേഖ എന്ന് പറയുന്നത്. ദെൻ അടുത്തതായിട്ട് പറയാനുള്ളത് ബിഹൈൻഡ് ദ വേർഡിലെ പൂജ കൃഷ്ണ, നമ്മുടെ ആങ്കർ ആയിട്ടുള്ള പൂജ കൃഷ്ണ ബിഗ് ബോസ് മലയാളം സീസൺ 6ലേക്ക് 100% ഉറപ്പായിരിക്കുകയാണ്. ദെൻ അവസാനത്തത് നമുക്ക് പറയാനുള്ളത് യമുന റാണി, നമ്മുടെ ചന്ദനമഴ സീരിയലിൽ അഭിനയിച്ച നമ്മുടെ യമുന റാണി ബിഗ് ബോസ് മലയാളം സീസൺ 6ലേക്ക് കൺഫേം ആയിരിക്കുകയാണ്.
ഈ മേൽ പറഞ്ഞ 18 കണ്ടസ്റ്റൻസും അങ്ങനെ അവസാനം ബിഗ് ബോസ് മലയാളം സീസൺ 6ലേക്ക് 100% ഉറപ്പായിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ആദ്യം മുതൽക്കേ ഉള്ള പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ ഏകദേശം ഉറപ്പായി എന്ന് പറഞ്ഞാൽ കുറേ പേരെ ഒഴിവാക്കപ്പെട്ടിട്ടുള്ള ഒരു ലിസ്റ്റ് തന്നെയാണിത്. ഇപ്പോൾ നമ്മുടെ ഗബ്രിയാൽ ആയാലും അതുപോലെ തന്നെ നമ്മുടെ നൂറ മുസ്കാൻ, ഈ പറഞ്ഞ പോലെ നമ്മുടെ അസീറോക്കി, ഇവരെയൊക്കെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഈ ഒരു ലിസ്റ്റിൽ കാണുന്നത്. പക്ഷേ ബിഗ് ബോസ് അൺപ്രഡിക്റ്റബിൾ ആണ്. ഇതൊക്കെ തന്നെയാണ് ലാലേട്ടൻ വന്ന് പറഞ്ഞത്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ബിഗ് ബോസിന്റെ 24/7 ഫുൾ അപ്ഡേറ്റ് ചെയ്യുന്ന കുറെ ഇൻസ്റ്റഗ്രാം പേജുകളുണ്ട്. അതിനകത്ത് 100% ഉറപ്പ് കൊടുത്ത കുറെ പേര് ഇപ്പോൾ ഈ ഒരു ലിസ്റ്റിലില്ല. അങ്ങനെയാണ് ഇപ്പോൾ ബിഗ് ബോസിന്റെ ഒരു പരിപാടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അൺപ്രഡിക്റ്റബിൾ എന്ന് പറയുമ്പോൾ ഇത്രയേറെ അൺപ്രഡിക്റ്റബിൾ ആണെന്നുള്ള കാര്യം നമുക്കറിയില്ലായിരുന്നു. പക്ഷേ സീസൺ 5ലെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ പറഞ്ഞ ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ സീസൺ 6ലേക്ക് വരുമ്പോൾ ഒരുപാടധികം പേർക്ക് ഓഡീഷൻ ഗോൾ പോയൊരു സീസണാണ്. അതുപോലെ തന്നെ നമ്മുടെ മെയിൽ കണ്ടസ്റ്റൻസിന്റെ ഇരട്ടി ഫീമെയിൽ കണ്ടസ്റ്റൻസ് വരുന്നൊരു സീസണാണ്. പിന്നീട് 4 ബെഡ്റൂമുകളാണ്, വ്യത്യസ്തമായിട്ടുള്ള 4 ബെഡ്റൂമുകളാണ്. നമ്മുടെ കണ്ടസ്റ്റൻസിനെ ആകെ മൊത്തം ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മുടെ ബെഡ്റൂംസ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന എന്നാണ് ഇപ്പം അറിയാൻ പറ്റുന്നത്. ഒരു ക്യാപ്റ്റൻ ബെഡ്റൂം ഉണ്ടാകും, അതുപോലെ തന്നെ ഒരു ലക്ഷറി റൂം ഉണ്ടാകും. അത് ടാസ്കുകളൊക്കെ വിജയിക്കുന്ന ടീമിന് നിൽക്കാനായിരിക്കും മിക്കവാറും. അതുപോലെ തന്നെ ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള സീബ്ര മോഡൽ ഒരു ബെഡ്റൂം ഉണ്ടാവും എന്ന് കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബെഡ്റൂംസ് ആയിരിക്കും ഈ പ്രാവശ്യം സെറ്റ് ചെയ്തിരിക്കുക. അങ്ങനെ നമുക്ക് എന്താണ് ഈ ഒരു റൂമിൽ നിന്ന് ആ ഒരു ലക്ഷറി റൂമിലേക്ക് പോകാനായിട്ടുള്ള ആ ഒരു ടെൻഡൻസി ഉണ്ടാക്കിയെടുക്കുകയും അതിലൂടെ ഗെയിംസ് എല്ലാം വളരെ നന്നായി വളരെ ആക്റ്റീവായിട്ട് കണ്ടസ്റ്റൻസിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു രീതി തന്നെയാണ് ഈ പ്രാവശ്യം ബിഗ് ബോസ് ആ ഒരു മാറ്റിപ്പിടിക്കുക എന്ന് പറഞ്ഞ ആ ഒരു സംഭവത്തിലൂടെ എടുത്തിരിക്കുന്നത്. അടിപൊളി സീസൺ ആയിരിക്കും ഈ പ്രാവശ്യം. അങ്ങനെയൊക്കെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ തോന്നുന്നത്. കാരണം മറ്റുള്ള സീസണുകളെ വെച്ചിട്ട് വളരെ വ്യത്യസ്തമായിട്ടാണ് ബിഗ് ബോസ് മലയാളം സീസൺ 6 കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ക്രൂ മെമ്പേഴ്സ് നല്ല രീതിയിലുള്ള എഫേർട്ടും കാര്യങ്ങളും ഇടുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നല്ല കണ്ടന്റുകൾ തരുന്ന ഒരു സീസണായി മാറട്ടെ. ദെൻ അതുപോലെ തന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഏതൊക്കെ കണ്ടസ്റ്റൻസ് ആണ്, ഏതൊക്കെ പ്രീവിയസ് ഇയർ കണ്ടസ്റ്റൻസ് ആണ് നമ്മുടെ ഗ്രാൻഡ് ലോഞ്ചിൻ്റെ അന്ന് ഗസ്റ്റുകളായിട്ട് എത്തുക. അതിനെപ്പറ്റി നമുക്കിപ്പോൾ കിട്ടുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് 100% വിശ്വസിക്കാവുന്ന ഒരു സോഴ്സിൽ നിന്ന് തന്നെ ഒരു കിട്ടിയ അപ്ഡേറ്റ് തന്നെയാണ്. ദെൻ ഒന്നാമതായിട്ട് വരുന്നത് നമ്മുടെ സീസൺ 5ന്റെ വിന്നറായിട്ടുള്ള അഖിൽ മാരാർ ഉണ്ടാകും. ദെൻ രണ്ടാമതായിട്ട് ഷിജു AR ഉണ്ടാകും. മൂന്നാമതായിട്ട് നമ്മുടെ ശോഭ വിശ്വനാഥ് ഉണ്ടാകും. നാലാമത് നമ്മുടെ ജുനൈസ് VP ഉണ്ടാകും. അഞ്ചാമത് റനീഷ ഉണ്ടാകും. അതുപോലെ തന്നെ ആറാമതായിട്ട് നമ്മുടെ റിനോഷ് ജോർജ് ഉണ്ടാകും. ഏഴാമതായിട്ട് നമ്മുടെ സെറീന ആൻഡ് ജോൺസൺ ഉണ്ടാകും. അതുപോലെ തന്നെ എട്ടാമതായിട്ട് നമ്മുടെ നാദിറ, നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 5ലെ പണപ്പെട്ടി എടുത്തിട്ട് പോയ നമ്മുടെ പുലിക്കുട്ടിയായിട്ടുള്ള നാദിറ ഉണ്ടാകുമെന്നാണ് പറയാൻ പറ്റുന്നത്. ഈ ഒരു 8 പേര് ഗസ്റ്റുകളായിട്ട് വരും. ഇവരെ വെച്ചിട്ടൊരു ബാഡ്ജൊക്കെ കൊടുക്കുന്ന ഒരു പരിപാടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയാൻ പറ്റുന്നത്. അതിനെപ്പറ്റി കൃത്യമായിട്ട് പറയാം. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ നമ്മുടെ കണ്ടസ്റ്റൻസ് ഉള്ളിൽ കയറുന്നതായിട്ടുള്ള സകലമാന ഷൂട്ടുകളും കാര്യങ്ങളൊക്കെ തീരും എന്ന് തന്നെയാണ് ഇപ്പോൾ കിട്ടുന്ന ഒരു അപ്ഡേറ്റ്. ഉച്ചയോടുകൂടി തന്നെ നമ്മുടെ കണ്ടസ്റ്റൻസ് ഓരോരുത്തരായിട്ട് BB ഹൗസിൻ്റെ ഉള്ളിലേക്ക് കയറാൻ തുടങ്ങും. ഇപ്പോൾ ലാലേട്ടൻ്റെ ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ആ ഒരു വീട് വിസിറ്റ് ചെയ്യുന്ന ഒരു ഷൂട്ടും കാര്യങ്ങളാണ് ഇപ്പോൾ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമുക്ക് നാളെ വൈകുന്നേരം അല്ലെങ്കിൽ നാളെ രാത്രി 7 മണിക്ക് കാണാൻ സാധിക്കും ഏഷ്യാനെറ്റിൽ ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ഗ്രാൻഡ് ലോഞ്ചിങ്. അപ്പോൾ നമ്മളും ഉണ്ടാകും 24/7 ലൈവ് അപ്ഡേറ്റ്സുമായിട്ട്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റുകൾ നിങ്ങൾ നോക്കിയും കണ്ടൊക്കെ ചെയ്യുക. അത് പറഞ്ഞിരിക്കേണ്ട ഒരു കാര്യമല്ലല്ലോ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അത് നിങ്ങൾ ചെയ്യുമെന്നറിയാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു.